ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ അടുത്തിടെ പുതുതായി വികസിപ്പിച്ചെടുത്ത സ്നിപ്പർ റൈഫിൾ പരീക്ഷിച്ചു. രാജ്യത്തിന്റെ സൈനിക മുന്നേറ്റത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഇതിലൂടെ പ്രകടമാക്കുന്നത്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഈ റൈഫിളിന് പാശ്ചാത്യ ആയുധങ്ങൾക്ക് സമാനമായ പ്രകടനശേഷികൾ ഉണ്ടെന്നാണ് സ്റ്റേറ്റ് മീഡിയയുടെ റിപ്പോർട്ട്. കിം ജോങ് ഉന്നിന്റെ പ്രത്യേക സേനാ യൂണിറ്റുകളിലേക്കുള്ള സന്ദർശന വേളയിൽ വിജയം ഉറപ്പാക്കാനും പോരാട്ടശേഷി ശക്തിപ്പെടുത്തുന്നതിനും തീവ്രമായ പരിശീലനത്തിന്റെ പ്രാധാന്യം കിം ഊന്നി പറഞ്ഞു. കൊറിയൻ മേഖലയിൽ പ്രത്യേകിച്ച് പ്രസിഡന്റ് യൂൻ സുക് യോളിന്റെ ഇംപീച്ച്മെന്റ് കാരണം നിലവിൽ പ്രവർത്തനക്ഷമമായ ഒരു സർക്കാർ ഇല്ലാത്ത ദക്ഷിണ കൊറിയയുമായി വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് കിമ്മിന്റെ നേതൃത്വത്തിലുള്ള സ്നിപ്പർ റൈഫിളിന്റെ പരീക്ഷണം. മറ്റൊരു സംഭവം റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഉത്തര കൊറിയയുടെ സുപ്രീം പീപ്പിൾസ് അസംബ്ലി ചെയർമാൻ പാക് ഇൻ ചുൾ റഷ്യ DPRK ഫ്രണ്ട്ഷിപ്പ് പാർലമെന്ററി ഗ്രൂപ്പിന്റെ തലവൻ കാസ്പെർ തൈസേവുമായി കൂടിക്കാഴ്ച നടത്തിയതാണ്. പാർലമെന്ററി സഹകരണത്തിലും സൗഹൃദത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തുടർച്ചയായ നയതന്ത്ര ശ്രമങ്ങളെ ഈ യോഗം എടുത്തു കാണിക്കുന്നു. സൈനിക, സാമ്പത്തിക, പൊതുജനാരോഗ്യം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ജൂണിൽ കിമ്മും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പരസ്പര പ്രതിരോധ ഉടമ്പടിയിൽ ഒപ്പുവെച്ചതിന് ശേഷമാണ് കൂടിക്കാഴ്ച. കിം ജോങ് ഉന്നിന്റെ റഷ്യ സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ആൻഡ്രി റുഡെൻകോയും പ്രഖ്യാപിച്ചു. മേഖലയിലെ സംഘർഷങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള വളർന്നുവരുന്ന ബന്ധം ശത്രുക്കൾക്കുള്ള മുന്നറിയിപ്പായി കാണുന്നു. ഇവയെല്ലാം യോഗത്തിന്റെ പ്രധാന വശങ്ങളാണ്. ജപ്പാനെ സൈനികവൽക്കരിക്കുന്നതിൽ US-ന്റെ താൽപര്യം ചൂണ്ടിക്കാട്ടി ജപ്പാനും അമേരിക്കയും സംയുക്തമായി എയർ ടു എയർ മിസൈലുകൾ നിർമ്മിക്കുന്നതിനുള്ള സമീപകാല കരാറിനെ ഉത്തര കൊറിയ അപലപിച്ചു. ആണവശേഷിയും US സമ്മർദ്ദത്തിനെതിരായ പ്രതിരോധവും കണക്കിലെടുത്ത് രാജ്യത്തിന് ഉത്തര കൊറിയയുടേതിന് സമാനമായ ഒരു സുരക്ഷാ മാതൃക ആവശ്യമാണെന്ന് ഇറാനിയൻ പാർലമെന്റേറിയൻ അഹമ്മദ് നദേരി വാദിച്ചു. ഉത്തര കൊറിയയുടെ സൈനിക ശേഷിയിലും നയതന്ത്ര ശ്രമങ്ങളിലുമുള്ള വികാസങ്ങൾ, പ്രത്യേകിച്ച് ഈ മേഖലയിൽ US സാന്നിധ്യമുള്ള സാഹചര്യത്തിൽ പ്രാദേശിക സുരക്ഷയെ സാരമായി ബാധിക്കുന്നു. റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള വളർന്നുവരുന്ന ബന്ധങ്ങൾ പ്രാദേശിക സ്ഥിരതയെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കകൾക്കിടയിലും അന്താരാഷ്ട്ര സമൂഹം സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കയുടെ ഇരട്ടത്താപ്പിനോടുള്ള വിയോജിപ്പുള്ളതിനാലാണ് ഉത്തര കൊറിയ ഒരു അമേരിക്കൻ പ്രതിനിധിയെയും അടുപ്പിക്കാത്തത്. ഉത്തര കൊറിയയെ അകറ്റാൻ ട്രംപിന് കഴിയാത്തതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ട്രംപ് തന്റെ താരിഫ് നയത്തിലൂടെ ഉത്തര കൊറിയയെ പ്രകോപിപ്പിച്ചിട്ടില്ല എന്നതാണ്. ട്രംപ് ഉത്തര കൊറിയയെയും റഷ്യയെയും മാത്രമല്ല ഇറാനെയും കാര്യമായി ശല്യപ്പെടുത്തിയിട്ടില്ല. ഈ പറഞ്ഞ രാജ്യങ്ങളെയൊന്നും ട്രംപ് എതിർക്കുന്നില്ല. കാരണം ഈ മൂന്ന് ശക്തികളും അടുത്തിടെ വർദ്ധിപ്പിച്ച ഉഭയകക്ഷി ബന്ധങ്ങളെക്കുറിച്ചുള്ള ട്രംപിന്റെ ആശങ്കയാണ് ഇതിന് പിന്നിലുള്ളത്.